ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നും അതിൻ്റെ നീഡ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്നീ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നും അതിൻ്റെ ഡിഫറെൻറ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ദെൻ ഫൈനലി മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പ്രോസസ്സ് എന്നീ 3 ടോപ്പിക്സുകളുമാണ് നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഏജ്, സെക്സ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻസ്, ഒക്യുപ്പേഷൻസ് എന്നിങ്ങനെയുള്ള ഫാക്ടേഴ്സുകളുണ്ട് അല്ലേ, നിരവധി ഫാക്ടേഴ്സുകളുണ്ട്. അത്തരം ഫാക്ടേഴ്സുകളുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റുകളെ സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷന് നിരവധി അഡ്വാൻറ്റേജസുകളുണ്ട്, അഥവാ നിരവധി ഗുണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്നാണ് ഈ നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ഇൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നന്നായിട്ട് മനസ്സിലാക്കാൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് എ ഫേം ടു ക്ലോസ്ലി ആൻഡ് ആക്യുറേറ്റ്ലി എക്സാമിൻ ദ കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ സൂക്ഷ്മമായിട്ടും കൃത്യമായിട്ടും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ഒരു ഫേമിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഇറ്റ് ഹെൽപ്സ് ഫേം ടു ഡിഫറൻഷിയേറ്റ് ദയർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ടു അഡ്രസ് ദ കസ്റ്റമർ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിഹരിക്കുന്നതിന് അവരുടെ പ്രോഡക്ട്സുകളും സർവീസുകളും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻസുകൾ അല്ലെങ്കിൽ ഫേംസിനെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫേംസ് ക്യാൻ ഡിസൈൻ ഓർ റീഡിസൈൻ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ടു മീറ്റ് ദ മാർക്കറ്റ് നീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലുണ്ടാവുന്ന ആ ആവശ്യങ്ങളൊക്കെ അക്കോംപ്ലിഷ് ചെയ്യുന്നതിനായിട്ട് കമ്പനികൾക്ക് എന്താണ് അവരുടെ പ്രോഡക്ട്സുകളും സർവീസുകളും ഡിസൈൻ ചെയ്യാനോ റീഡിസൈൻ ചെയ്യാനൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് മേ ഗീവ് ഫേംസ് എക്സലൻറ്റ് ന്യൂ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ബൈ ഐഡൻറ്റിഫൈങ് അൺഎക്സ്പെക്റ്റഡ് സെഗ്മെൻറ്റ്സ് ഓഫ് എ മാർക്കറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസ് സ്ഥാപനങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ന്യൂ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് helps firm to select and focus on the most approachable market segments and to avoid the tough market segments എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർക്കറ്റ് സെഗ്മെൻറ്റുകൾ സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും കർശനമായ മാർക്കറ്റ് സെഗ്മെൻറ്റുകൾ ഒഴിവാക്കാനും ഓർഗനൈസേഷൻസുകൾ അല്ലെങ്കിൽ ഫേംസിനെ സഹായിക്കുന്ന ഒന്നാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹെൽപ്സ് ഫേംസ് ടു സ്റ്റഡി ദ ബിഹേവിയേഴ്സ് ആൻഡ് ബൈയിങ് മോട്ടീവ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇൻ എ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിലെ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയേഴ്സും ബൈയിങ് മോട്ടീവ്സുകളൊക്കെ ലേൺ ചെയ്യാൻ അഥവാ സ്റ്റഡി ചെയ്യാൻ ഓർഗനൈസേഷൻസുകളെ അല്ലെങ്കിൽ ഫേംസിനെ സഹായിക്കുന്ന ഒന്നാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. നെക്സ്റ്റ് പറയുന്നത് ഹെൽപ്സ് ഫേം ടു ക്ലാസിഫൈ ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആൻഡ് ലീസ്റ്റ് പ്രോഫിറ്റബിൾ സെഗ്മെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാഭകരവും അതുപോലെ തന്നെ ലാഭകരവുമല്ലാത്ത മാർക്കറ്റ്സുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം മാർക്കറ്റ്സുകളെ ഡിവൈഡ് ചെയ്യാൻ ഓർഗനൈസേഷൻസുകൾ അല്ലെങ്കിൽ ഫേംസ് നമ്മളെ കൂടുതലായിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഹെൽപ്സ് ഫേം ടു അവോയ്ഡ് അൺപ്രോഫിറ്റബിൾ മാർക്കറ്റ് ലാഭകരമല്ലാത്ത മാർക്കറ്റുകൾ ഒഴിവാക്കാൻ ഓർഗനൈസേഷൻസിനെ സഹായിക്കുന്ന ഒന്നാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ എനേബിൾസ് എ ബെറ്റർ പൊസിഷനിങ് ഓഫ് ദി പ്രോഡക്ട്സ് ഇൻ ദ മാർക്കറ്റ് കമ്പയർഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളികളുമായിട്ട് അഥവാ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മാർക്കറ്റ്സിലെ പ്രോഡക്ട്സുകളുടെ ബെറ്റർ പൊസിഷനിങ് അഥവാ ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥാനം അത് നിർണ്ണയിക്കുക എന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസുകളാണ്. നെക്സ്റ്റ്, ഹെൽപ്സ് ഫേം ടു മേക്ക് എ പ്രോപ്പർ അലോക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് റിസോഴ്സസ് ബി കോൺസെൻട്രേറ്റിംഗ് ഓൺലി ഓൺ സെഗ്മെൻറ്റ്സ് വിച്ച് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് റിസോഴ്സുകളുടെ ശരിയായിട്ടുള്ളൊരു വിഹിതം അത് പ്രൊവൈഡ് ചെയ്യാൻ ഓർഗനൈസേഷൻസുകളെ സഹായിക്കുന്ന ഒന്നാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസ്. ഏറ്റവും അനുയോജ്യമായ സെഗ്മെൻറ്റേഷൻസ് മാത്രമാണ് കൂടുതലായിട്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ലിമിറ്റേഷൻ ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അതിൽ ഒന്നാമത്തെ പറയുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ മാർക്കറ്റിംഗ് expenses, large amount of money is required to conduct systematic market segmentations എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മാർക്കറ്റിംഗ് എക്സ്പെൻസിൽ വരുന്ന ആ ഒരു വർധനവ് അതെന്താണ്, അത് നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാർക്കറ്റ് സെഗ്മെൻറ്റ്സുകളെ നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ലാർജസ്റ്റ് എമൗണ്ട് ആണ് ആവശ്യം വരുന്നത്. അതെന്താണ്, ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്യാരി ഔട്ട് സെഗ്മെൻറ്റേഷൻ വെൻ ദർ ആർ ഗ്രേറ്റ് ഡിഫറൻസസ് ഇൻ ദി കൺസ്യൂമേഴ്സ് ബിഹേവിയർ ആൻഡ് ബൈയിങ് പ്രാക്ടീസസ് ഇൻ എ മാർക്കറ്റ്. ഒരു മാർക്കറ്റിലെ കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവത്തിലും അതിൻ്റെ ബൈയിങ് പാറ്റേൺസുകളിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്താണ്, സെഗ്മെൻറ്റേഷൻ നടത്തുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. എ ഫേം ഹാസ് ടു ബെയർ അഡീഷണൽ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ടു ഫോർമുലേറ്റ് ദ ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് മിക്സസ് ഫോർ ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സുകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് സെഗ്മെൻറ്റുകൾക്കായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് അഥവാ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫേംസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസുകൾക്ക് കൂടുതലായിട്ടുള്ള കോസ്റ്റും അതുപോലെ തന്നെ എക്സ്പെൻസസൊക്കെ എന്താണ് വഹിക്കേണ്ടി വരുന്നുണ്ട്. നെക്സ്റ്റ്, സെഗ്മെൻറ്റേഷൻ ഈസ് നോട്ട് ബെനിഫിഷ്യൽ ഓർ പ്രാക്ടിക്കൽ ഇൻ ദ കേസ് ഓഫ് എ മാർക്കറ്റ് വേർ ദ ബയേഴ്സ് ആർ സ്മോൾ ഇൻ ദ നമ്പേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സിൻ്റെ എണ്ണത്തിൽ ചെറുതായിട്ടുള്ളൊരു മാറ്റം വരുമ്പോൾ അത്തരം കേസുകളിൽ എന്താണ് ഒരിക്കലും മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്താണ് ബെനിഫിഷ്യലോ അല്ലെങ്കിൽ പ്രാക്ടിക്കലോ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ആണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോസസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസ്. 6 സ്റ്റേജസ് ആണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഉള്ളത്. അതിലൊന്നാമത്തെ എസ്റ്റാബ്ലിഷ് ദ ഓവറോൾ സ്ട്രാറ്റജി ഓർ ഒബ്ജക്റ്റീവ്സ്. 2 ഡിസൈഡ് ദ ബേസിസ് ഫോർ സെഗ്മെൻറ്റ് ഇൻ ദ മാർക്കറ്റ്. 3 സെലക്ട് സെഗ്മെൻറ്റേഷൻ വേരിയബിൾസ്. 4 പ്രൊഫൈൽ ദ സെഗ്മെൻറ്റ്സ്. 5 ഇവാലുവേറ്റ് ദ സെഗ്മെൻറ്റ് അട്രാക്റ്റീവ്നെസ്. ആൻഡ് ഫൈനലി സെലക്ട് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റിംഗ്. അതിലെ ഫസ്റ്റ് പ്രോസസ്സാണ് എസ്റ്റാബ്ലിഷ് ഓവറോൾ സ്ട്രാറ്റജീസ് ഓർ ഒബ്ജക്റ്റീവ്സ്. ദ ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ ദ സെഗ്മെൻറ്റേഷൻ പ്രോസസ് ഈസ് ടു എസ്റ്റാബ്ലിഷ് the objectives of the firm's marketing strategies clearly. ഇതിലൊരു മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഗ്മെൻറ്റേഷനിൽ ജെ എന്നുള്ളതില്ല കേട്ടോ, ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ വന്ന മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ ടു എസ്റ്റാബ്ലിഷ്, ടു എന്ന് കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അതിൽ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ വ്യക്തമായിട്ട് സ്ഥാപിക്കുക എന്നതാണ് ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ആദ്യ സ്റ്റേജസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിസൈഡ് ദ ബേസിസ് ഫോർ സെഗ്മെൻറ്റ് ഇൻ ദ മാർക്കറ്റ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ ദ സെഗ്മെൻറ്റേഷൻ പ്രോസസ്സ്. സെഗ്മെൻറ്റേഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ് ഡിസൈഡ് ചെയ്യുക എന്നത്. ദർ ആർ ദ സെവറൽ മെത്തേഡ്സ് ബൈ വിച്ച് എ മാർക്കറ്റ് ക്യാൻ ബി സെഗ്മെൻറ്റഡ്. ദ മാർക്കറ്റ് ഹാസ് ടു ഡിസൈഡ് വെദർ ഡെമോഗ്രാഫിക് ഓർ സൈക്കോഗ്രാഫിക് ഓർ സം അതർ ബേസിസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ സെഗ്മെൻറ്റ് ഇൻ ദ മാർക്കറ്റിംഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിനെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് നിരവധി പാറ്റേൺസുകളുണ്ട് അല്ലെങ്കിൽ നിരവധി മെത്തേഡ്സുകളുണ്ട്. ഇവിടെ എന്താണ് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നതിന് ഡെമോഗ്രാഫിക് അല്ലെങ്കിൽ സൈക്കോഗ്രാഫിക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെത്തേഡ്സുകളുടെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കണമോ എന്ന് മാർക്കറ്റേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് സെക്കൻഡിൽ നടക്കുന്നത്. മൂന്നാമത്തെ പ്രോസസ്സിൽ നടക്കുന്നത് സെലക്ട് സെഗ്മെൻറ്റേഷൻ വേരിയബിൾ. ആഫ്റ്റർ ഡിസൈഡിങ് ദ ബേസ് ഓഫ് സെഗ്മെൻറ്റേഷൻ ദ ഫേം ഹാസ് ടു സെലക്ട് ദ സെഗ്മെൻറ്റേഷൻ വേരിയബിൾസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഗ്മെൻറ്റുകളുടെ ബേസിസ് അഥവാ ഏത് സെഗ്മെൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഫേംസിൻ്റെ സെഗ്മെൻറ്റിൽ വരുന്ന അല്ലെങ്കിൽ ഫേംസിൻ്റെ സെഗ്മെൻറ്റേഷനിൽ വരുന്ന വേരിയബിൾസാണ് മൂന്നാമത്തെ സ്റ്റേജിൽ സെലക്ട് ചെയ്യുന്നത്. നാലാമത്തെ സ്റ്റേജ് പ്രൊഫൈൽ ദ സെഗ്മെൻറ്റ്സ്. ആഫ്റ്റർ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ആർ ഫോംഡ് ദ മാർക്കറ്റിംഗ് മാനേജേഴ്സ് അനാലിസിസ് ദ സെഗ്മെൻറ്റ്സ് ടു ഡെവലപ്പ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വാട്ട് ദ ടിപ്പിക്കൽ കസ്റ്റമേഴ്സ് ഇൻ ഈച്ച് സെഗ്മെൻറ്റ്സ് ലുക്സ് ലൈക്ക്. ഇവിടെ നാലാമത്തെ സ്റ്റേജസിൽ പറയുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റുകൾ ഫോം ചെയ്തതിന് ശേഷം അഥവാ രൂപീകരിച്ചതിന് ശേഷം ഓരോ സെഗ്മെൻറ്റിലെയും സാധാരണയായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിങ്ങിലെ മാനേജേഴ്സ് അവരുടെ ആ സെഗ്മെൻറ്റുകൾ അഥവാ അവരുടെ ആ സെഗ്മെൻറ്റ്സ് എന്താണ് അവരെ അനാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൂടുതലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊഫൈൽ ദ സെഗ്മെൻറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റുകൾ
രൂപീകരിച്ചതിന് ശേഷം ഓരോ സെഗ്മെൻറ്റിലെയും സാധാരണയായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് മാനേജേഴ്സ് സെഗ്മെൻറ്റുകളെ കൂടുതലായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 5ാമത്തെ സ്റ്റേജസ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് സെഗ്മെൻറ്റ് അട്രാക്റ്റീവ്നെസ്. ദ 5th സ്റ്റെപ്സ് ഇൻ ദി സെഗ്മെൻറ്റേഷൻ പ്രോസസ് ഇൻവോൾവ് evaluating the attractiveness of the various segments. This is done by estimating the profit contribution expected from each segment. Several kinds of information are needed for this. ഇതിൽ ഇൻവോൾവ്സ് എന്ന് കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്ന് കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കാം. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ നെക്സ്റ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് 5th സ്റ്റേജസ് എന്ന് പറയുന്നത് ഇവാലുവേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഗ്മെൻറ്റേഷൻ്റെ അട്രാക്റ്റീവ്നെസ് അത് ഇവാലുവേറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് എന്താണ്, വിവിധ സെഗ്മെൻറ്റുകളുടെ അട്രാക്റ്റീവ്നെസ് അത് ഇവാലുവേറ്റ് ചെയ്യുക എന്നതാണ്. ഓരോ സെഗ്മെൻറ്റിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് മെയിനായിട്ട് ഈ ഒരു സ്റ്റേജസിൽ പറയുന്നത്. അതിൽ അതിൻ്റേതായുള്ള കുറേ ഇൻഫോർമേഷൻസുകൾ ഉണ്ടായിരിക്കും. ആ ഇൻഫോർമേഷൻസ് എന്താണ്, ഈ പറയുന്ന ഇവാലുവേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യമായുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് സെലക്ട് സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പ്രോസസ്സിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റസ് ആണ് ടാർഗറ്റ് മാർക്കറ്റ്. ആസ് ഓൾറെഡി സ്റ്റേറ്റഡ്, മാർക്കറ്റർ കനോട്ട് സെർവ് ഓൾ സെഗ്മെൻറ്റ്സ് ഈവൻ if the segments are profitable. Normally a firm selects only the most profitable segments where it can serve more effectively. This process is called target market. നമ്മൾ ഈ പറയുന്ന എല്ലാ സ്റ്റേജസുകളും പറഞ്ഞതുപോലെ തന്നെ സെഗ്മെൻറ്റുകൾ പ്രോഫിറ്റ് ആണെങ്കിൽ മാർക്കറ്റേഴ്സിന് എല്ലാ സെഗ്മെൻറ്റുകളും സേവ് ചെയ്യുക അല്ലെങ്കിൽ സെർവ് ചെയ്യാൻ കഴിയില്ല. അഥവാ എല്ലാ സെഗ്മെൻറ്റുകളും ഡീറ്റെയിൽ ആയിട്ട് സെർവ് ചെയ്യാൻ സാധിക്കില്ല. സാധാരണയായിട്ട് ഒരു ഫേം കൂടുതൽ എഫക്റ്റീവായിട്ട് സെർവ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രോഫിറ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ് മാത്രമേ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം പ്രോസസ്സിനെയാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുള്ള പോർഷനിലെ എല്ലാ ടോപ്പിക്സും നന്നായിട്ട് പഠിക്കുക. എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉള്ളൊരു പോർഷനാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.